ചൈനയുടെ ICBMനെ കുറിച്ചുള്ള വിവരങ്ങൾ ചൈനയുടെ തന്നെ ബ്രോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു മുൻ ചൈനീസ് സൈനിക ഉദ്യോഗസ്ഥൻ ഇതിന്റെ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ആ ബ്രോഡ്കാസ്റ്റിലൂടെ പങ്കുവച്ചു. പക്ഷേ ഇതിപ്പോൾ ഒരു ലീക്ക് എന്ന രീതിയിൽ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചൈനയുടെ ലാൻഡ് ബേസ്ഡ് ICBMs നോക്കിയാൽ DF-5, DF-31, DF-41 എന്നിങ്ങനെ പ്രധാനപ്പെട്ട 3 വേരിയന്റ് ഉണ്ട്. ഇന്ത്യയുടെ അഗ്നി മിസൈലുകളെ പോലെ ചൈനയ്ക്ക് ഡോങ്ഫോങ് എന്ന DF സീരീസ് മിസൈലുകളുണ്ട്. ഇവയുടെ കൃത്യമായ സ്പെസിഫിക്കേഷനും വാർഹെഡ് ശേഷി ഇതൊന്നിനെക്കുറിച്ചും ചൈന ഔദ്യോഗികമായി ഒരു വിവരം പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ഈ ഒരു ബ്രോഡ്കാസ്റ്റ് വലിയ വാർത്തയാകാൻ കാരണമായത് അതിൽ പങ്കെടുത്ത മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ചില സാങ്കേതിക വിവരങ്ങൾ പങ്കുവച്ചു. കൂടാതെ അമേരിക്കയ്ക്ക് പോലും ഇതൊരു മുന്നറിയിപ്പായി മാറിയിട്ടുണ്ട്. ഇവയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. CCTV, ചൈനീസ് സെൻട്രൽ ടെലിവിഷൻ എന്ന ഒരു ചൈനയുടെ ടെലിവിഷനാണ്. ഇതിന്റെ ഷോർട്ട് ഫോമാണ് CCTV. അടുത്തിടെ ഇതിൽ ഒരു ബ്രോഡ്കാസ്റ്റ് പുറത്തു വരുന്നു. ഇത് സംപ്രേഷണം ചെയ്യപ്പെട്ടതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിലങ്ങനെ എന്താണ് സംസാരിച്ചത്? എന്തുകൊണ്ട് ഇത്രത്തോളം ഇതൊരു വാർത്തയാകാൻ കാരണം? ഇതിന് പുറകിൽ നമുക്ക് 2 കാരണങ്ങൾ പറയാൻ സാധിക്കും. ഒന്നാമത്തേത്, സിംഗപ്പൂരിൽ നടന്ന ഏഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് ഫോറം. ഇതിലൂടെ ചൈനയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഏഷ്യയിൽ പടരുന്നുണ്ട്, ഇത് എത്രത്തോളം അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതാണ് 2 കാരണങ്ങൾ. സിംഗപ്പൂരിൽ അടുത്തിടെ അവസാനിച്ച ഷാങ്ഗ്രീല ഡയലോഗ് എന്ന പ്രധാനപ്പെട്ട ഫോറമിൽ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു. ചൈനയുടെ ഈ ഒരു ആഗമനം ഏഷ്യൻ മേഖലയിൽ എത്രത്തോളം വ്യാപിച്ചു നിൽക്കുന്നുണ്ട്, അവരുടെ സ്വാധീനം എത്രത്തോളം അവിടെ വർദ്ധിക്കുന്നുണ്ട്, അതിന് എങ്ങനെ ഒരു സൈനിക പ്രതികരണം ആവശ്യമാകും എന്നതിനെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. ഈ അധികമാകുന്ന ഇൻഫ്ലുവൻസ് എന്നത് ഇന്നൊരു വലിയ ഭീഷണിയായി തോന്നിയില്ലെങ്കിൽ കൂടിയും കോൾഡ് വാറിനേക്കാൾ വളരെ ഹാർഡസ്റ്റ് ഡേയ്സ് വരും ദിവസങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിന്റെ ആദ്യഘട്ടം എന്നത് ചൈനയുടെ തായ്വാൻ ഇൻവേഷൻ ആയിരിക്കും. മറ്റ് രാജ്യങ്ങളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ പോലെ തായ്വാനിലേക്ക് ചൈന കയറാൻ ഒരിക്കലും അനുവദിക്കില്ല. അതിനായി ഞങ്ങളുടെ പ്രതികരണ സേനയെ സജീവമാക്കാൻ പോലും അമേരിക്ക തയ്യാറാണ്. തൈവാൻ ഇൻവേഷൻ എന്നാണോ ചൈന ചെയ്യണം എന്ന് ചിന്തിക്കുന്നത്, ആ സമയത്ത് അമേരിക്കയുടെ മുഴുവൻ സേനയുടെ പ്രതിഫലനവും ഏഷ്യൻ കോണ്ടിനെന്റിൽ ഉണ്ടാകുമെന്നും പറഞ്ഞു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹം സംസാരിച്ച് അവസാനിപ്പിച്ചു. എന്നാൽ ആ ഒരു സ്പീച്ചിൽ കുറഞ്ഞത് 20 തവണയെങ്കിലും ചൈനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും. ചൈനയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും ചൈനയെ അമേരിക്കയ്ക്ക് എങ്ങനെയെല്ലാം കൗണ്ടർ ചെയ്യാൻ കഴിയും, ഇതിനെക്കുറിച്ചെല്ലാം ചൈനയെ മാത്രം മെൻഷൻ ചെയ്ത് സംസാരിച്ചു. ഇതിനു മുൻപ് സംസാരിച്ച ഏതൊരു അമേരിക്കൻ അധികാരിയായാലും അല്ലെങ്കിൽ അമേരിക്കൻ നേതാക്കന്മാരാകട്ടെ ഇത്രത്തോളം ചൈനയെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഒരു ഭാഗത്ത് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ തായ്വാനെ ബന്ധിപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് പുറത്തുവിട്ടത് എന്നും പറയുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ അറിഞ്ഞുകൊണ്ടിത് ലീക്ക് ചെയ്തു എന്ന ഒരു വീക്ഷണത്തിൽ കാണുന്നതിനേക്കാളും ഇവർ അറിയാതെ പറഞ്ഞൊരു കാര്യം വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാകും ശരി. എന്നാൽ 2ൽ ഏത് വേണമെങ്കിലും ശരിയാകാനുള്ള സാധ്യതയുണ്ട്. ശരി, ഇത്രത്തോളം സംസാരിക്കണമെങ്കിൽ അങ്ങനെ മിസൈൽ എന്താണുള്ളത്? നമുക്ക് അഗ്നി എങ്ങനെയാണോ അതുപോലെയാണ് അവർക്ക് ആ ഒരു മിസൈൽ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ആ ഒരു മിസൈലിന്റെ പവർ, അതിനെക്കുറിച്ച് അറിയണം. 1964 ചൈന ആദ്യമായി അണുവായുധം പരീക്ഷിച്ചു നോക്കുന്നു. അടുത്ത ചില വർഷത്തിൽ തന്നെ, കൃത്യമായി പറഞ്ഞാൽ അടുത്ത 3 വർഷത്തിൽ ഹൈഡ്രജൻ ബോംബും ടെസ്റ്റ് ചെയ്ത് അവസാനിച്ചു. 1964 മുതൽ ചൈനയുടെ പക്കൽ ഈ അണുവായുധത്തിന്റെ സാങ്കേതിക വിദ്യയുണ്ട്. എന്നാൽ ഇതിന് പുറകിലുണ്ടായിരുന്നതും സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. കാരണം നേരിട്ട് അമേരിക്കയ്ക്ക് എതിരായ ഒരു ഇൻഫ്ലുവൻസ് വളർത്തണം. നമ്മൾ മാത്രം അമേരിക്കയുടെ ശത്രുവായാൽ പോരാ. അവരെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാത്രം നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഗണ്യമായ ഒരു എനർജി അമേരിക്കയ്ക്ക് വേണ്ടി തന്നെ കളയേണ്ടി വരും. അതുകൊണ്ട് അന്ന് സോവിയറ്റ് യൂണിയൻ ചെയ്ത ഒരു വലിയ തെറ്റായിരുന്നു ചൈനയുടെ പക്കൽ അണുവായുധം എടുത്തു കൊടുത്തത്. അന്നവർ എന്ത് വിചാരിച്ച് അത് നൽകി എന്ന് പോലും അറിയില്ല. എന്നാൽ ഇന്നുള്ള ഈ റഷ്യ അതിൻ്റെ ഫലമെല്ലാം അനുഭവിക്കുന്നുണ്ട്. കാരണം എക്കണോമിക്കലി റഷ്യയെ ബീറ്റ് ചെയ്തുകൊണ്ട് മിലിറ്ററി വൈസ് റഷ്യയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായി തന്നെ ചൈന മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വിത്തിട്ടത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. ഇങ്ങനെ 1964 അണുവായുധം വന്നതിന് ശേഷം ഈ അണുവായുധത്തെ ക്യാരി ചെയ്തു കൊണ്ടുപോകുന്ന പ്ലാറ്റ്ഫോം തയ്യാറാക്കണം. ഇപ്പോൾ ചൈനയ്ക്ക് നേരിട്ട് ഭീഷണിയായുള്ളത് റഷ്യയും അമേരിക്കയും മാത്രമാണ്. റഷ്യയെ കൗണ്ടർ ചെയ്യണമെങ്കിൽ അവരുടെ പക്കലുള്ള മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് തന്നെ മതിയാകും. എന്നാൽ അമേരിക്കയെ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഭൂഖണ്ഡം വിട്ട് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോകുന്ന മിസൈലുകൾ ആവശ്യമാണ്. ICBM ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ആവശ്യമാണ്. അങ്ങനെ നോക്കിയാൽ ചൈനയുടെ പക്കൽ 2 പ്രധാനപ്പെട്ട ICBM ഉണ്ട്. ഒന്നാമത്തേത് സബ്മറൈൻ ലോഞ്ച്ഡ്, മറ്റൊന്ന്
ലാൻഡ് ബേസ്ഡ് ലോഞ്ചേഴ്സിൽ നിന്നും അയക്കാൻ കഴിവുള്ളത്. ഇങ്ങനെ ചൈന ആദ്യമായി നിർമ്മിച്ചതാണ് ഈ DF-5 എന്ന ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഇതിന്റെ മാക്സിമം റേഞ്ച് തന്നെ 12,000 കിലോമീറ്റർ ആണ്. 12,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ചൈനയുടെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും, അവരുടെ നോർത്തേൺ മോസ്റ്റ് സൈഡിൽ നിന്ന് ലോഞ്ച് ചെയ്താൽ പോലും, അല്ലെങ്കിൽ ഇന്ത്യയുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബോർഡറിൽ നിന്നും ലോഞ്ച് ചെയ്താൽ പോലും അമേരിക്കയുടെ ഏത് മുക്കിലും മൂലയിലും ചെന്ന് ആക്രമിക്കാൻ സാധിക്കും. അത്രത്തോളം കഴിവുള്ള ആയുധം അതാണ് DF-5. കൂടാതെ ഇതിന്റെ മാക്സിമം സ്പീഡ് എന്നത് ഇന്നത്തെ റഷ്യയുടെ അവങ്കോഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന് ഈക്വൽ ആണെന്നും പറയുന്നു. എന്നാൽ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. കാരണം ചൈനയുടെ മിസൈൽസിനെ കുറിച്ച്, ചൈനയുടെ ഈ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് നമുക്ക് എവിടെ നിന്നും തിരിഞ്ഞാൽ ലഭിക്കില്ല. ആക്സസ് ചെയ്ത് ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയില്ല. ഇവർ പറഞ്ഞതിന് ശേഷമാണ് ഈ മിസൈൽസിന്റെ ചില സ്പെക്കുലേഷൻസ് തന്നെ പുറത്തു വന്നത്. അതിന് മുൻപൊന്നും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. ഈ പവേഴ്സിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞിരുന്നാലും അതൊന്നും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറഞ്ഞത് 25 മുതൽ 32 മടങ്ങ് വേഗതയിൽ പോകും. ഇത്രത്തോളം ഈ ഒരു മിസൈലിന്റെ ശേഷിയുണ്ടെന്നും ആ ബ്രോഡ്കാസ്റ്റിൽ പറഞ്ഞു. പക്ഷേ ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട പോരായ്മ, ഇതിനെക്കൊണ്ട് ഒരേയൊരു വാർഹെഡ് മാത്രമേ എടുത്തുകൊണ്ടു പോകാൻ കഴിയൂ. അതിന് കാരണം തുടക്കത്തിൽ തന്നെ, ആരംഭകാലത്തിൽ തന്നെ ഇതിനെ സൃഷ്ടിച്ചതുകൊണ്ട് ചൈനയെ കൊണ്ട് MIRV സാങ്കേതിക വിദ്യ ഇതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന് ശേഷം വന്ന മിസൈൽസിൽ മാത്രമേ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ. ഈ DF-5 എന്നത് 4 മെഗാടണ്ണോളം ഈൽഡ് നൽകാൻ കഴിവുള്ള ഒരു ന്യൂക്ലിയർ ക്യാപ്പബിൾ വാർഹെഡ് കൊണ്ടുപോയി അമേരിക്കയുടെ ഏത് മുക്കിലും മൂലയിലും വേണമെങ്കിലും ഡ്രോപ്പ് ചെയ്യാൻ കഴിവുള്ള ഒരു ഫങ്ഷൻസ് ഉള്ള മിസൈൽ. ഇപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത വരാം, ഈ പറഞ്ഞതിൽ അങ്ങനെ രഹസ്യമായൊന്നും തോന്നുന്നില്ലല്ലോ, ഈ പറഞ്ഞതൊന്നും വലിയ കാര്യമായേ തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നതിൽ എന്താണ് ഇത്ര പ്രശ്നം? ഈ മിസൈൽ ഇത്ര രഹസ്യമാക്കി സൂക്ഷിക്കേണ്ട ആവശ്യം എന്ത്? ഇതൊരു വലിയ ടോപ്പിക്കായി മാറാനുള്ള കാരണം എന്ത്? ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും വരേണ്ടതാണ്. മറ്റൊന്നുമല്ല, ഏറ്റവും ശ്രദ്ധേയമായ ഒരു സവിശേഷത, DF-5 പോലുള്ള ചില ICBM മിസൈലുകൾ സൗത്ത് പോൾ ട്രജക്ടറി എന്ന അത്യധികം അപൂർവമായ വഴിയിലൂടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങും. സാധാരണ ലക്ഷ്യങ്ങൾക്ക് ഈസ്റ്റേൺ അല്ലെങ്കിൽ വെസ്റ്റേൺ ഓറിയന്റഡ് ആയിരിക്കും അതിന്റെ പാത്ത്. ഈ DF-5 സൗത്ത് പോൾ വഴിയുള്ള ട്രജക്ടറി ഉപയോഗിച്ച് അതിലൂടെ അമേരിക്ക ആക്രമിക്കാൻ ശ്രമിക്കും. ഇന്നുവരെയും ലോകത്തിലുള്ള 2 മിസൈലുകളുടെ പക്കൽ മാത്രമാണ് ഈ ഒരു സാങ്കേതിക വിദ്യ ഉള്ളത്. ഒന്നാമത്തേത് റഷ്യയുടെ RS-28 സർമത്ത്. മറ്റൊന്ന് ഈ ഒരു മിസൈലിന്റെ പക്കൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് പോലും അറിയില്ല. കാരണം ഈ ഒരു മിസൈൽ വന്നത് തന്നെ 30-40 വർഷങ്ങൾക്ക് മുൻപാണ്. എന്നാൽ അപ്പോൾ തന്നെ ആ ഒരു സാങ്കേതിക വിദ്യ അവരുടെ പക്കൽ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് വെറുതെ പറഞ്ഞതാണോ, സത്യത്തിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് പോലും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ഉള്ളതിനാൽ അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഈ ഒരു മിസൈലിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല. സാധാരണ ഭൂഖണ്ഡം വിട്ട് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോകുന്ന മിസൈൽസിനെ തടയുക എന്നുള്ളത് തന്നെ വലിയ പ്രയാസമാണ്. പോരാത്തതിന് ഈ ഒരു മിസൈലിന്റെ പാത്തും തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ തൊട്ടടുത്ത് മറ്റേത് രാജ്യങ്ങളുമില്ല. ഗ്രൗണ്ട് ബേസ്ഡ് സെൻസേഴ്സിനെ കൊണ്ടും ഗ്രൗണ്ട് ബേസ്ഡ് നെറ്റ്വർക്സിനെ കൊണ്ടും ഈ ഒരു മിസൈൽ വരുന്നത് പോലും കണ്ടെത്താൻ സാധിക്കില്ല. അതിന്റെ ടെർമിനൽ ഫേസിൽ അത് അമേരിക്കയോട് അടുക്കുന്നതിന് വെറും ഒരു 10-11 മിനിറ്റ് ഉള്ളപ്പോൾ മാത്രമേ ആ മിസൈൽ അകത്തേക്ക് വരുന്നു എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അമേരിക്കയുടെ സാറ്റലൈറ്റ് നെറ്റ്വർക്സ് അല്ലെങ്കിൽ അമേരിക്കയുടെ മിലിറ്ററി സാറ്റലൈറ്റ് ഈ ഒരു കോൺസെൻട്രേഷൻസ് ഒക്കെ ഒരുമിച്ച് മെർജ് ചെയ്ത് ഉപയോഗിച്ചാൽ ഇത് വരുന്നത് മുൻകൂട്ടി തന്നെ നമുക്ക് ഒരു പക്ഷെ അറിയാൻ സാധിക്കും. ഏജിസ് എക്യുപ്ഡ് ഷിപ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സൗത്ത് പോളിൽ നിന്ന് വരുന്ന മിസൈലിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ ഏജിസ് എക്യുപ്ഡ് ഷിപ്സിനെ കൊണ്ട്, ഏജിസ് സിസ്റ്റത്തെ കൊണ്ടുപോലും സാധിക്കില്ല. ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഇതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു ലൂപ്പ് ഹോൾ. ഈ ഒരു കാരണത്താലാണ് ഈ ഗോൾഡൻ ഡോം എന്ന $multi-billion പ്രോജക്റ്റ് ട്രംപ് ഇനിഷ്യേറ്റ് ചെയ്തത്. യാതൊരു കാരണവുമില്ലാതെ അമേരിക്ക ഈ പ്രോജക്റ്റിൽ ഇറങ്ങിയിട്ടില്ല. ഇത്രത്തോളം വലിയൊരു ഭീഷണി ഉണ്ടെന്ന് അവർക്ക് നന്നായി അറിയാം. ഇതൊരു പ്രധാനപ്പെട്ട കാരണമായതുകൊണ്ടാണ് ഈ ഗോൾഡൻ ഡോം എന്ന മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന പ്രോജക്റ്റിലേക്ക് അമേരിക്ക ഇറങ്ങിയത്. അപ്പോൾ ഇതിന്റെ അടുത്ത വേരിയന്റായ DF-31, DF-41. 31ന്റെ മാക്സിമം റേഞ്ച് 6000 മുതൽ 9000 കിലോമീറ്റർ വരെയാണ്. DF-41ന്റെ മാക്സിമം റേഞ്ച് 14000 മുതൽ 15000 കിലോമീറ്റർ ആണ്. ഇതുപോലെ ഈ മിസൈലിന്റെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് അവർ പുറത്തേക്ക് പറയുകയും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തത് ഒരു സൈക്കോളജിക്കൽ വാർഫെയറായി ഒരു വശം കാണുന്നുണ്ട്. കാരണം അമേരിക്ക നേരിട്ട് തായ്വാനെ സഹായിക്കുമെന്ന് ചൈനയ്ക്ക് നന്നായി തന്നെ അറിയാം. എന്നാൽ അതേസമയം ചൈന തായ്വാനെ കൈവയ്ക്കുമെന്നുള്ളതും അമേരിക്ക നന്നായി അറിയാം. ഒരു ഘട്ടത്തിന് ശേഷം ചൈന ഇങ്ങനെ ആക്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചൈന അത് ചെയ്യില്ല. എല്ലാവരെയും അവിടെ ശാന്തരാക്കിയിട്ട് അപ്രതീക്ഷിതമായ ഒരു സമയത്ത്
സർപ്രൈസ് ആയിട്ടുള്ളൊരു മിഷൻ ചെയ്യാൻ മാത്രമാണ് ചൈന ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അമേരിക്ക നേരിട്ട് തായ്വാനെ സഹായിക്കാൻ വരികയാണെങ്കിൽ നിങ്ങളെ ആക്രമിക്കാൻ എൻ്റെ പക്കലും ഒരു മിസൈൽ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതിനെ ഒരു ലീക്ക് പോലെ പോർട്രേറ്റ് ചെയ്ത് ചൈന അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്നും ഒരു വശം പറയുന്നു. എന്നാൽ ഇതിനകം ചൈനയുടെ പക്കൽ ഇതേ DF സീരീസിലുള്ള ധാരാളം മിസൈൽസ് ഉണ്ട്. ചൈനയുടെ ബ്രഹ്മാസ്ത്രം പോലെയാണത്. ഗ്വാം കില്ലർ മിസൈൽസ് എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ഗ്വാമിലുള്ള എയർ ബേസസിനെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഇവയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം അമേരിക്കയ്ക്കും നന്നായി അറിയാം. എന്നാൽ ഇത് ആദ്യമായാണ് ഈ മിസൈലിനെ കുറിച്ചുള്ള സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ പുറത്തു വരുന്നത്. കൂടുതലായും ഇതവർ അറിയാതെ പറഞ്ഞിരിക്കാനാണ് സാധ്യത. ഇനി ഇതിവർ അറിയാതെ പറഞ്ഞതാണോ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണോ എന്നൊന്നും അറിയില്ല. എന്നാൽ ഇത് പുറത്തു വന്ന സമയം, അതുപോലെ തന്നെ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി സംസാരിച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം ഒരു വലിയ വിവാദമായി തന്നെ മാറിയിട്ടുണ്ട്. തായ്വാനിൽ എന്നാണോ ചൈന കൈവയ്ക്കുന്നത് അന്ന് നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഒന്ന് മാത്രമാണ്, US വേഴ്സസ് ചൈന എന്ന ഒരു യുദ്ധം വരാൻ പോകുന്നു. പക്ഷെ അത് സംഭവിക്കില്ല. അത്തരം ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മറന്നു കളയുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ മാറ്റുക. ചൈന വേഴ്സസ് അമേരിക്ക എന്നൊരു യുദ്ധം വരികയാണെങ്കിൽ അത് ഈ ലോകത്തെ സാമ്പത്തികമായി തന്നെ അസ്ഥിരമാക്കും. അപ്പോൾ അമേരിക്ക ചൈനയ്ക്കെതിരെയുള്ള നടപടികൾ എടുക്കും. ചൈനയ്ക്കെതിരെയുള്ള ഒരു യുദ്ധം അവർ വിളിച്ചു വരുത്തില്ല. യുദ്ധം എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. ഇതിനുശേഷം ലോകം നശിച്ചാലും പ്രശ്നമില്ല. ഞാൻ ചൈനയെ പൂർണ്ണമായും അവസാനിപ്പിക്കും. വീണ്ടും ഞാൻ തന്നെ ഒരു എക്കണോമിക് സൂപ്പർ പവറായി മാറും. അങ്ങനെ അമേരിക്ക ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, അമേരിക്കയുടെ സിംഹാസനത്തിൽ, പ്രസിഡൻഷ്യൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന വ്യക്തി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ അങ്ങനെ ഒരു യുദ്ധം വരികയുള്ളൂ. അപ്പോൾ അതിനു മുൻപ് നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം സഹായമായും ഡിഫണ്ട് ചെയ്യുന്നതിനും എക്കണോമിക് സാങ്ഷൻസ് ഇവ ഇങ്ങനെ മാറി മാറി നടക്കും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.